ഇന്ന് നല്ലൊരു തരിക്കഞ്ഞി ഉണ്ടാക്കാം. അതിനായി റോസ്റ്റഡ് റവയും ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തതും കാഷ്യൂ നട്ട്സും റൈസിൻസും എടുത്തിട്ടുണ്ട്. റോസ്റ്റഡ് റവയ വാങ്ങുന്നതെങ്കിലും ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒന്ന് ചൂടാക്കണം. ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ച് ചെറിയ ഉള്ളി മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം കാഷ്യൂ നട്ട്സും റൈസിൻസും ഫ്രൈ ചെയ്തെടുക്കണം. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. അതിനുശേഷം ചെറിയുള്ളി മൂപ്പിച്ചെടുക്കണം. കരിയാൻ പാടില്ല. കാഷ്യൂ നട്ട്സും റൈസിൻസും ഒന്ന് കഴുകിയതിനു ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഓരോന്നും ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിനുശേഷമാണ് എടുത്തു മാറ്റേണ്ടത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഒരു കടായിയോ പാനോ ചൂടാക്കണം. അതിനുശേഷം അതിലേക്ക് വളരെ കുറച്ച് നെയ്യ് ഒഴിക്കണം. റവ അതിലേക്കിട്ട് ഇളക്കി ഒന്ന് ചൂടാക്കിയെടുക്കാം. കളർ ചേഞ്ച് വരരുത്, വെറുതെ ഒന്ന് ചൂടാക്കിയാൽ മതി. 2 ടേബിൾ സ്പൂൺ റവയാണ് ഞാൻ എടുത്തത്. അതിലേക്ക് 2 കപ്പ് തേങ്ങയുടെ 2ാം പാലാണ് ഒഴിക്കുന്നത്. ഇനി കൈയെടുക്കാതെ ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കണം. ഇളക്കിയില്ലെങ്കിൽ അത് കരിഞ്ഞു പിടിക്കും. പശുപാലിലും ഇത് ഉണ്ടാക്കാറുണ്ട്. തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും. നല്ലതുപോലെ തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിനുശേഷം പഞ്ചസാരയും കുറച്ച് ഉപ്പും ചേർക്കാം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഉപ്പ് ചേർക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം തേങ്ങയുടെ 1ാം പാൽ 1/2 കപ്പ് ചേർക്കാം. ഒന്നുകൂടി മിക്സ് ചെയ്യണം. പാത്രത്തിൻ്റെ സൈഡ് ചേർത്ത് ഇളക്കണം. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്നത് ഓരോന്നായി ഇട്ടുകൊടുക്കാം. തരിക്കഞ്ഞി ഏതാണ്ട് ഒരു പായസം പോലെയാ. വറുത്ത ചെറിയുള്ളിയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതെല്ലാം ചേർത്ത് ഇളക്കിയതിനു ശേഷം ഒരു കാര്യം കൂടി അതിലേക്ക് ചേർക്കണം. വേറൊന്നുമല്ല, ഏലക്കാപ്പൊടി. ഏലക്കായുടെ സീഡ്സ് ആണ് പൊടിച്ചെടുക്കേണ്ടത്. തരിക്കഞ്ഞി റെഡിയായി കഴിഞ്ഞു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഫീഡ്ബാക്ക് തരാനും മറക്കരുത്.